പ്ലാൻ ദാറ്റ് ഒരു ദിവസം ഞാൻ ഇത്ര ഫിക്സ്ഡ് അവേഴ്സിൽ പഠിക്കും, ഒരു 8 hours ഞാൻ പഠിക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് എന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ടൈംസിൽ കറേജസ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ ക്വാളിറ്റിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് വരുന്നത്. Hello everyone, welcome to another session of Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 167 റാങ്ക് നേടിയ ജോയൽ അബ്രഹാം ആണ്. നമുക്ക് ജോയലിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് ജോയൽ. ഹായ് സർ. ജോയൽ, നമ്മൾ പഠിച്ച ക്ലാസ് റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഈ കസേരയിൽ ഇരിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഒത്തിരി സന്തോഷമുണ്ട്, അതിനേക്കാളേറെ ഒത്തിരി അഭിമാനമുണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്നിരിക്കാനും. ആൻഡ് ഇവിടെ കാണുന്ന സമയത്ത് മെമ്മറീസ് ആർ കമ്മിങ് ബാക്ക്. ഇവിടെ വന്ന് പഠിച്ചതും ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതും ഇറ്റ് ഇസ് ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. സോ ആ മെമ്മറീസ് അതെ. ആൻഡ് എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ജേർണി ഫോർച്യൂണിൽ പഠിക്കുന്ന ബാക്കിയുള്ള കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകുമെന്നും വിചാരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്താൽ, ഈ IAS വേണം എന്നുള്ളൊരു ആഗ്രഹം വരുമല്ലോ മനസ്സിൽ, അത് ഒരു ഏത് പ്രായത്തിലായിരുന്നു, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? ചെറുപ്പത്തിൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ പേരൻസ് ആണെങ്കിലും ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ദേ യൂസ് ടു സേ ലൈക്ക് നിനക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം, നീ എഴുതി നോക്കി അല്ലെ സിവിൽ സർവീസിന് അറ്റംപ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജെന്യുവൻ ആയിട്ടൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല. ലൈക്ക് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഒരു റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പോലെ ഒരു സബ്ജക്ട് പഠിക്കാനുമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ഓപ്ഷനും പിന്നീട് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് ശരിക്കും സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹം ജെന്യുവൻ ആയിട്ട് മനസ്സിലുണ്ടാവുന്നത്. പ്രധാനപ്പെട്ട ഒരു റീസൺ ഇസ് ലൈക്ക് ടുവേർഡ്സ് ദ ഫൈനൽ ഇയേഴ്സ് ഓഫ് മൈ കോളേജിൽ പഠിക്കുന്നതിന്റെ 3rd and 4th ഇയർ എനിക്ക് കോളേജിൽ പല ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എസ്പെഷ്യലി പല ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യാൻ കോളേജിലെ തന്നെ വളരെയധികം ടെക്നിക്കൽ സൊസൈറ്റീസ് ഉണ്ട്. IEEE പോലെയുള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ്. അപ്പം ആ ടെക്നിക്കൽ സൊസൈറ്റീസ് ലീഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ലൈക്ക് ഐ ഡു ഹാവ് എൻ അക്യുമെന്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നൊരു പ്രോസസ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം വി ആർ ബിൽഡിംഗ് എ ടീം, ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക, നമ്മളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അവരെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിക്കുക. സോ ഓൾ ഓഫ് ദീസ് വാസ് ഗിവിങ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ് ടു മീ. അതുമാത്രമല്ല 2018 സമയത്ത് കേരള ഫ്ലഡ്സ് നടക്കുന്നുണ്ട്. അപ്പം കേരളത്തിലെ ഒരു ആ ഫ്ലഡ്സിന്റെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കോറായിട്ട് വന്നത് അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ്, അവരുടെ ആക്ടിവിറ്റീസ് ആണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലുള്ള ആളാണ്. സോ എനിക്കിത് ഫസ്റ്റ് ഹാൻഡ് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തു. സോ എന്തുകൊണ്ട് ഒരു ആഗ്രഹം മനസ്സിൽ ജനിച്ചു. അപ്പോൾ പിന്നീട് ഒരു 4th ഇയർ അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മൈ കോളേജ് ലൈഫ് ഐ തോട്ട് ഒരു ആഗ്രഹമുണ്ട്, വൈ നോട്ട് ട്രൈ ഇറ്റ്, ഒന്ന് എഴുതി നോക്കിയാൽ എന്താണ്. അങ്ങനെ മാർച്ച് 2020 ആ സമയമായപ്പോഴത്തേക്ക് ഒരു ഡിസിഷൻ എടുക്കുകയും പിന്നീട് പഠിച്ചു തുടങ്ങുകയും ചെയ്യുമായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസ് എന്ന ഈ മേഖലയിലോട്ട് കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യ അറ്റംപ്റ്റ് തനിയെ പഠിക്കുകയായിരുന്നു അല്ലേ? ആദ്യ അറ്റംപ്റ്റ് ഞാൻ അത്ര സീരിയസ് ആയിട്ട് പഠിച്ചില്ല എന്നാണ്. ഓഗസ്റ്റ് 2020 എൻ്റെ കോഴ്സ് കഴിയുന്നത്. കോവിഡൊക്കെ കാരണം ഭയങ്കരമായിട്ട് ലാഗ് വന്നായിരുന്നു. ഒക്ടോബർ 2020 ആദ്യത്തെ പ്രിലിംസ്. സോ എനിക്ക് അത്രയും നന്നായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ NCERT അല്ലെങ്കിൽ ലക്ഷ്മികാന്ത് മാത്രം വായിച്ചുകൊണ്ട് പോയി പ്രിലിംസ് എഴുതുമായിരുന്നു. പക്ഷെ അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് 2nd and 3rd വന്നപ്പോൾ 2021 2022 അറ്റംപ്റ്റ്സ് ആണ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് സീരിയസ് ആയിട്ട് എഴുതിയത്. ഞാൻ ജോയലിനെ ആദ്യമായി കാണുന്നത് എനിക്ക് തോന്നുന്നു 2020 ജൂണിൽ നമ്മുടെ സ്കോളർഷിപ്പ് പ്രോസസ്സിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ്. ജോലി സ്കോളർഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് ആൻഡ് ഹൗ ഡിഡ് ദിസ് സ്കോളർഷിപ്പ് ഹെൽപ്പ് യു? സർ, ഫോർച്യൂണിൻ്റെ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റി ഞാൻ അറിയുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ലൈക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 ജൂണിൽ കോളേജ് തുറന്നു കഴിഞ്ഞപ്പം ഐ ഹാഡ് ടു ഗോ ടു കോളേജ്. കുറച്ച് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സാംസ് എഴുതാനും വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് ഈ ഓൺലൈനിൽ ന്യൂസ് വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മനോരമ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോർച്യൂൺ IAS അക്കാഡമി ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നത് ഒരു ആഡ് കണ്ടത്, ഒരു പരസ്യം കണ്ടത്. അപ്പം എന്തായാലും NCERT ഒക്കെ വായിക്കുന്നുണ്ടല്ലോ, കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എന്നാൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാൻ തോന്നി. എഴുതി, അത് കയറി,
ആൻഡ് ഫോർച്യൂണലി വന്നു. ആൻഡ് എങ്ങനെ ഇത് എന്നെ സഹായിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് എക്സാം കൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, ഫോർച്യൂണലി വരുന്നത്. ആൻഡ് എനിക്ക് ഇതിനു മുമ്പ് ഈ അക്കാഡമിനെ പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഞാൻ കേട്ടിട്ടുള്ളത് ശ്രീധന്യ ചേച്ചി ഈ അക്കാഡമിയിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ആ ഒരു ലേണിംഗ് എൻവയൺമെൻറ്റ്, എസ്പെഷ്യലി മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്, ഇപ്പം ആൻ്റോണി സാർ ആണെങ്കിലും മുനി സാർ ആണെങ്കിലും നിതിൻ സാർ ആണെങ്കിലും എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് വാസ് ഭയങ്കരം വലുതായിരുന്നു. അപ്പോൾ ആ സപ്പോർട്ട് കൊണ്ടും ആ ഇമോഷണൽ ആൻഡ് അക്കാഡമിക് സപ്പോർട്ട് രണ്ടിനും ഐ എം വെരി താങ്ക്ഫുൾ ടു ഫോർച്യൂൺ. നമ്മൾ സ്കോളർഷിപ്പ് സ്റ്റേജ് ക്ലിയർ ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്തു, ആൻഡ് നമ്മൾ അതിനുശേഷം ഇപ്പോൾ ഒരു 3 years ആയി അല്ലേ, ആൻഡ് ഫൈനലി വി ആർ ഇൻ ദ ലിസ്റ്റ്. ഇപ്പോൾ ലുക്കിംഗ് ബാക്ക്, ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഒരു ആസ്പിറന്റിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജോലിനോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് വുഡ് യു സേ? സർ, എന്താണ് ക്വാളിറ്റീസ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ദിസ് ക്യാൻ ബി എ വെരി ലോങ് ജേർണി. നമുക്കിതിനകത്ത് ഒത്തിരി അൺസർട്ടനിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താലും അതിൻ്റെ ഒരു റിസൾട്ട് ചില സമയത്ത് കറക്റ്റായിട്ട് വരണമെന്നില്ല. ബിക്കോസ് നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവരുടെ പെർഫോമൻസും ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ മാറ്റർ ചെയ്യും. അപ്പം സെറ്റ് ബാക്സ് ഉണ്ടെങ്കിലും ആ സെറ്റ് ബാക്സിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുക, പെർസീവറൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. സ്വന്തം എബിലിറ്റീസിൽ കോൺഫിഡൻസ് ഉണ്ടാകുക, പെർസീവറൻസ് ഉണ്ടാകുക, പിടിച്ചു നിൽക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് സിസ്റ്റമാറ്റിക് ആകണം. ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ കോളേജ് ലൈഫായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ ലാഘവത്തോടെയാണ് ഞാൻ എൻ്റെ കോളേജ് ലൈഫ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു ഷെഡ്യൂൾസ് ഉണ്ട്, ഡെയിലി ടാർഗറ്റ്സ് ഉണ്ട്. കാരണം ദിസ് ഇസ് എ വെരി വാസ്റ്റ് തിങ്. കുറേ ഉണ്ട് പഠിക്കാൻ, കുറേ പേപ്പേഴ്സ് ഉണ്ട്, ഓപ്ഷണൽ ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരിക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മൂന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്ത് പഠിച്ചാലും അത് മനസ്സിലാക്കി പഠിക്കുക. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ വരുവാന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളുടെ ചെറിയൊരു അവയർനെസ് ആയിരിക്കും നമ്മുടെ പ്രിലിംസിലോ മെയിൻസിലോ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് മാറുന്നത്. സോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, നമ്മൾ ചുറ്റിലും കാണുന്ന കാര്യങ്ങളുമായിട്ട് തന്നെ കണക്ട് ചെയ്യുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദീസ് 3 qualities ഐ തിങ്ക് ഇസ് നീഡഡ് ബൈ എനി ആസ്പിറന്റ് ടു ക്ലിയർ ദിസ് എക്സാം. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം, അവെയർ ആയിരിക്കണം, ആൻഡ് മേ ബി കുറച്ചുകൂടെ കോമൺ സെൻസ് വേണം, അപ്ലൈ ചെയ്യാൻ പറ്റണം നമുക്കുള്ള നോളജ്. അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാമോ? എങ്ങനെയാണ് നമുക്കത് പ്രിലിംസിലും മെയിൻസിലും ഹെൽപ്പ് ചെയ്തത്? സർ, അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് അറിയത്തില്ലായിരിക്കാം. കാരണം നമുക്ക് എല്ലാം പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ടോ ഈ പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമുക്കൊന്ന് കാര്യമായിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ 3ാമത്തെ പ്രിലിംസിന്, അതായത് 2022 ഈ കിട്ടിയ അറ്റംപ്റ്റിലെ പ്രിലിംസിൽ എനിക്ക് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്ന് 5 ദിവസം കഴിഞ്ഞിട്ടാണ് തേർഡ് പ്രിലിംസ് നടക്കുന്നത്. സോ എനിക്ക് സ്റ്റാറ്റിക് പോർഷൻസ് ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാനുള്ള ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ക്വസ്റ്റ്യൻ കണ്ടപ്പം ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക്. ഒരു എക്സാമ്പിൾ ഇസ് ലൈക്ക് ദെയർ വാസ് എ ക്വസ്റ്റ്യൻ സംതിങ് റിഗാർഡിങ് റാപ്പിഡ് ഫിനാൻസിങ് അഗ്രിമെൻറ്റോ റാപ്പിഡ് ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റോ അങ്ങനെ എങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദിസ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ഞാൻ കണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. സോ അത് ഏത് ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ ഐ ലുക്ക്ഡ് അറ്റ് ദി ഓപ്ഷൻസ്. ഞാൻ നോക്കിയ സമയത്ത് 3 ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്. വേൾഡ് ബാങ്ക് ഉണ്ട്, എനിക്ക് തോന്നുന്നു, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അങ്ങനെ 3 ഡെവലപ്മെന്റ് ബാങ്ക്സ് ക്വസ്റ്റ്യനിലുണ്ട്. 4ാമത് IMF ഉണ്ട്. സോ ഞാൻ എപ്പോഴൊക്കെയോ വായിച്ചിട്ടുണ്ട്, അതായത് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറയുന്ന സാധനം അത് യൂഷ്വലി ലോങ് ടേം ലോൺസ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ റാപ്പിഡ് എന്നൊരു പെർട്ടിക്കുലർ വേർഡ് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുമുണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. ചിലപ്പോൾ ആ പോസിബിലിറ്റി ഉണ്ടാകാം, എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ തിങ്കിങ് ചിലപ്പോൾ ശരിയോ തെറ്റോ ആകാം. പക്ഷെ ആ സമയത്ത് ആ ഒരു സോഫ്റ്റ് ലോൺസിന്റെ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ആണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് യൂഷ്വലി കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് 3 ഡെവലപ്മെന്റ് ബാങ്ക്സിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തിട്ട് 4th IMF ചൂസ് ചെയ്തു. എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, അത് ശരിയായിരുന്നു. അതുപോലെ തന്നെ ഫണം എന്ന് പറയുന്ന ഒരു വേർഡിന്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫണം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡാണ്, എനിക്ക് അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് ഫണം എന്ന് പറയുന്നത് മലയാളത്തിൽ പണമായിട്ട് റൈം ചെയ്യും.
ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കോയിൻസ് ആൻഡ് മണി സംതിങ് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഐ ചൂസ് കോയിൻസ് ഓർ മണി. എനിക്ക് ഓപ്ഷൻ കൃത്യമായിട്ട് അറിയില്ല, ആ ഓപ്ഷൻ ശരിയായിരുന്നു. സോ ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ട് പോയതല്ല, ഞാൻ എക്കണോമിക്സിൽ പഠിച്ച സിമ്പിൾ കോൺസെപ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്താണ്, ആൻഡ് ദാറ്റ് പ്രൂവ് ടു ബി വെരി വെരി ബെനിഫിഷ്യൽ. എനിക്ക് തോന്നുന്നു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ജോയിൽ നേരത്തെ പറഞ്ഞ സെക്കൻഡ് പോയിന്റ്, ഒരു ഡിസിപ്ലിൻഡ് റൂട്ടീൻ വേണം എന്നുള്ള കാര്യം, വിച്ച് ബേസിക്കലി ബോയിൽസ് ഡൗൺ ടു ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് ടെക്നീക്സ് എന്തായിരുന്നു, അതുപോലെ ഒരു ഡെയിലി ഷെഡ്യൂൾ എന്തായിരുന്നു? സർ, എനിക്കൊരു ഡെയിലി ഷെഡ്യൂളിനേക്കാളും കൂടുതലുണ്ടായിരുന്നത് ഒരു വീക്ക്ലി ടാർഗറ്റ്സ് ആണ്. ലൈക്ക് ഐ യൂസ് ടു പ്ലാൻ ദാറ്റ് ഒരു ദിവസം ഞാൻ ഇത്ര ഫിക്സ്ഡ് അവേഴ്സിൽ പഠിക്കും, ഒരു 8 hours ഞാൻ പഠിക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്ത് പഠിക്കും, അല്ലെങ്കിൽ ഒരു ഡെയിലി ടാർഗറ്റ്സ് ഇല്ല. ഒരു വീക്ക്ലി പ്ലാൻ അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ഡീൽ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഐ വേക്ക് അപ്പ് അറൌണ്ട് 7. ആദ്യം നമ്മൾ ന്യൂസ് പേപ്പേഴ്സ്, അന്നത്തെ ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് വായിക്കും. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ട് ടു പ്രിപ്പയർ. അതിനനുസരിച്ച് ബ്രേക്ക് എടുക്കുക, ഒരു 8 hours മാക്സിമം ഒരു ദിവസം പ്രിപ്പയർ ചെയ്യുക. ക്ലാസ്സസ് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് ഐ ചൂസ് ടു ഫോളോ. ആൻഡ് ടൈം മാനേജ്മെൻറ്റിൽ നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ലിമിറ്റ് ചെയ്താൽ മാത്രമേ, ഓവർഡു ചെയ്യാതെ ലിമിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 8 hours അല്ലെങ്കിൽ 9 hours നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ചൂസ് ചെയ്ത് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാം. അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് എന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വല്ലാണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മുടെ എഫിഷ്യൻസി അത്രയും ഉണ്ടായിരിക്കില്ല. സോ എ ബാലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ജേർണി. ഓക്കെ, ഐ തിങ്ക് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അബൌട്ട് പെർസിവറൻസ്, ഫസ്റ്റ് ക്വാളിറ്റി പറഞ്ഞിരുന്നല്ലോ. പെർസിവറൻസിൻ്റെ ഒരു മേജർ ഇൻഗ്രീഡിയൻറ്റ് വുഡ് ഓൾസോ ബി നമ്മുടെ മെൻ്റൽ പീസ്. അപ്പോൾ ജോയിൽ സ്ട്രെസ് വരുന്ന ടൈപ്പ് ഓഫ് ആളായിരുന്നോ? ഈ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? എൻ്റെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. ഞാൻ ആദ്യമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് സീരിയസ് ആയിട്ട് കൊടുക്കുന്ന ഒരു അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അവിടെ ഐ വാസ് വെരി എക്സൈറ്റഡ്. ആദ്യമായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്, ആദ്യമായിട്ട് മെയിൻസ് എഴുതുന്നു, ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പം ഐ വാസ് വെരി എക്സൈറ്റഡ്. ആ സമയത്ത് എനിക്ക് അധികം സ്ട്രെസ് ഫ്രാങ്ക്ലി ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ആ സെക്കൻഡ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാതെ വന്ന സമയത്തും, അതൊരു നാരോ ഒരു 6 marks പോയൊരു സമയത്തും ഐ വാസ് വെരി സ്ട്രെസ്ഡ് ലേറ്റർ ഓൺ. അവിടെ എസ്പെഷ്യലി മെയിൻസിൻ്റെ സമയത്ത് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ ഓവർഡു ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് നമുക്കറിയില്ല, ജസ്റ്റ് ഒരു കുറ്റബോധം പോലെ വരാൻ തുടങ്ങി. 6 markനാണല്ലോ പോയത്, കുറച്ചും കൂടെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനങ്ങ് കയറി പോയേനെ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഓവർഡു ചെയ്യാൻ ഞാൻ പതുക്കെ നോക്കി. പക്ഷേ അതെൻ്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ആ സമയത്ത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ മെയിൻസ് തേർഡ് അറ്റംപ്റ്റ്, ലൈക്ക് ക്ലിയർ ചെയ്ത അറ്റംപ്റ്റിൽ മെയിൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇസ് നോട്ട് ഹൗ ഐ റൈറ്റ് മെയിൻസ്, മൈ ഗ്രേറ്റസ്റ്റ് കൺസേൺ ഇസ് വെദർ ഐ വിൽ റൈറ്റ് മെയിൻസ് ഓർ നോട്ട്. ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 പേര്, ഒന്ന് എൻ്റെ പേരൻസ് ആണ്, ദേ വർ വെരി സപ്പോർട്ടീവ്. ആൻഡ് സെക്കൻഡ് ഇസ് മെൻറ്റേഴ്സ് ആണ്, എസ്പെഷ്യലി മുനിസർ ലൈക്ക് വാസ് ദെയർ ഫോർ മീ ഓൾ ദ ടൈം. ഇപ്പോൾ ഞാൻ എന്തൊരു കാര്യം ചോദിച്ചാലും, അല്ലെങ്കിൽ ഞാനൊരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള മൊമെന്റിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു മൊമെന്റിൽ, ഇഫ് ഐ ആസ്ക് സംതിങ് ടു ഹിം, ഹി മേ ഹാവ് എ ക്ലിയർ പ്ലാൻ ഹൗ ടു പ്രൊസീഡ്. ആൻഡ് ഹി യൂസ് ടു സപ്പോർട്ട് മീ. ലൈക്ക് ഈ സമയത്തൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ നീ ഉറപ്പായിട്ട് ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യും. സോ ആ ഒരു മോട്ടിവേഷൻ വാസ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ എന്നെ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നീട് ഇന്റർവ്യൂവിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ട്രെസ് മാനേജ്മെന്റ് ആ ഒരു സ്റ്റേജിൽ ഒരു 6 months ഗ്യാപ്പ് വരുന്നുണ്ട് മെയിൻസും ഇന്റർവ്യൂവും തമ്മിൽ. ആ ഒരു സ്റ്റേജിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇറ്റ് ഇസ് ദ പിയർ ഗ്രൂപ്പ്. കാരണം അതുവരെ ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്തിരുന്ന ആളാണ്, സ്വന്തമായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഐ ഹാഡ് എ പിയർ ഗ്രൂപ്പ് ഇൻ ഫോർച്യൂൺ. ഇപ്പോൾ ക്ലിയർ ചെയ്ത ആര്യ ചേച്ചി, അഞ്ജന ചേച്ചി, അവരൊക്കെ ഞങ്ങളുടെ പിയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു, ആദ്ര ചേച്ചി. സോ വി വെയർ എ പിയർ ഗ്രൂപ്പ് ആൻഡ് വി യൂസ് ടു ഷെയർ തിങ്സ്. നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നു. നമുക്ക് അപ്പം മനസ്സിലാവും നമുക്ക് മാത്രമല്ല ഇഷ്യൂ, എല്ലാവരും, all of us are have similar issues and we know that everybody is in the same boat. So ആ ഒരു ഫീലിംഗ് ഓഫ് കമ്മ്യൂണിയൻ എന്നെ സ്ട്രെസ് നന്നായിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാഡ് എ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ് ഇൻ ദ റീഡിംഗ് റൂം ഓൾസോ. ഞാൻ അവിടെ കൗഡിയാറിലാണ് ഉണ്ടായിരുന്നത്. സോ ഓൾ ഓഫ് ദീസ് പീപ്പിൾ വെർ സോ സപ്പോർട്ടീവ്. അപ്പം ഇഫ് യു ഹാവ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം, ഐ തിങ്ക് യുവർ സ്ട്രെസ് വൈൽ ഇൻ ദിസ് പ്രിപ്പറേഷൻ വിൽ ബി റെഡ്യൂസ്ഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. നമുക്ക് ഈ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. പ്രിലിംസിന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? സർ, ഞാൻ പ്രിലിംസിന്
സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഇൻ ദ 2021 അറ്റംപ്റ്റ്. 2022 അറ്റംപ്റ്റിൽ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ 2021 ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഐ മെയ്ഡ് ഷുവർ ദറ്റ് ഐ അറ്റൻഡ് ദി ക്ലാസ്സസ് എവറിത്തിങ് റെഗുലർലി. സോ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനസ്സിലാക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ബേസിക് ടെക്സ്റ്റ് ബുക്സ്, സോഴ്സസ് ലിമിറ്റ് ചെയ്യുക, ഒരു ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദിസ് വാസ് മൈ പ്രിപ്പറേഷൻ സോഴ്സസ് ബാക്ക് then അല്ലെങ്കിൽ സ്ട്രാറ്റജി ബാക്ക് then. അത് കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ദി എൻഡ് ഐ മൂവ്ഡ് ഓൺ ടു ദിസ് റിവൈസ്ഡ് ടെസ്റ്റ് സ്ട്രാറ്റജി. ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് ആ ഒരു അറ്റംപ്റ്റിൽ പ്രിലിംസ് മാറ്റി വെക്കുന്നുണ്ട് ഒരു 3 monthsലേക്ക്. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു പോർഷൻ എടുക്കും, ആ പോർഷൻ നന്നായിട്ട് പഠിക്കും, സെക്കൻഡ് ഡേ അതിൻ്റെ ടെസ്റ്റ് എടുക്കും, അങ്ങനെ തേർഡ് ഡേ പുതിയ ടോപ്പിക് എടുക്കും, ഫോർത്ത് ഡേ എൻ്റെ ടെസ്റ്റ് എടുക്കും. സോ ദിസ് സ്ട്രാറ്റജി ഐ കണ്ടിന്യൂഡ് ഫോർ ഓൾമോസ്റ്റ് 2-3 months. ആ ഒരു റിവൈസ് സ്ട്രാറ്റജി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവിഷൻ ആണ് ഫൈനലി എന്നെ പ്രിലിംസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൻസിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു സ്ട്രാറ്റജി? മെയിൻസിന് ഞാൻ 2021 അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഐ വാസ് എ ഫ്രഷർ, ആദ്യമായിട്ട് മെയിൻസ് എഴുതാൻ പോവാണ്. സോ ആ ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ ഇസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു സ്റ്റഡി. അപ്പോൾ എവിടുന്ന് തുടങ്ങും എന്നുള്ളതാണ്. സോ ഞാൻ ചെയ്തത് ഐ യൂസ് ടു ടേക്ക് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. 13 മുതൽ 2021 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ തീംസ് ഐഡന്റിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ GS1 വരുമ്പോൾ ചോളാസ് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധാര ആർട്ട് ചോദിച്ചിട്ടുണ്ട്, ഗവർണൻസിൽ വരുമ്പോൾ RTI ചോദിച്ചിട്ടുണ്ട്. സോ ഈ തീംസിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. മാത്രമല്ല സിലബസ് മനസ്സിലാക്കി അല്ലെങ്കിൽ സിലബസിനോട് ബന്ധപ്പെടുത്തി ബാക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൾറെഡി ചോള ആർക്കിടെക്ചറിനെ പറ്റി ചോദിച്ചു, മേ ബി ദേ ക്യാൻ ആസ്ക് അബൌട്ട് ദി സ്കൾപ്ചേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ പീരിയഡ്. സോ എങ്ങനെയൊക്കെ ലിങ്ക് ചെയ്യാൻ പറ്റും സിലബസിനനുസരിച്ച്, എന്തൊക്കെ മാക്സിമം രീതിയിൽ നമുക്ക് തീംസിനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തായിരുന്നു എൻ്റെ ഓൾമോസ്റ്റ് മെയിൻസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മൊത്തത്തിൽ പൊക്കോണ്ടിരുന്നത്. ആൻഡ് ഐ തിങ്ക് എന്നെ 2 അറ്റംപ്റ്റിലും ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രീവിയസ് ഇയറിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് തീംസ് മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്. ആൻഡ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇന്റർവ്യൂ സ്റ്റേജ്, ഹൗ ഡിഡ് യു പ്രിപ്പയർ ഫോർ ദാറ്റ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ വാസ് ബേസിക്കലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻകറേജിങ്ങുമായിട്ട് തോന്നുന്നുള്ളത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ബിക്കോസ് ഐ ലവ് ടു ടോക്ക് ടു പീപ്പിൾ. 2 അറ്റംപ്റ്റിലും ഞാൻ ഫോക്കസ് ചെയ്തൊരു കാര്യം മിസ്, എൻ്റെ മുമ്പിലിരിക്കുന്ന പാനൽ മെമ്പേഴ്സിനോട് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യൻ അവർ എല്ലാവരോടും ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവും. അപ്പം എനിക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് യുണീക്ക് ആയിട്ട് ഒരു ഒറിജിനൽ പെർസ്പെക്റ്റീവ് അതിനകത്ത് കൊടുക്കാൻ തോന്നുന്നുണ്ടോ, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ സിമ്പിൾ ഐഡിയാസ് ആയിക്കോട്ടെ, അത് കറക്റ്റായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് കൺസേൺ. ആൻഡ് നമ്മൾ സ്റ്റാറ്റിക് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മൾ അവരോട് നമ്മുടെ ഐഡിയാസ് പറയുകയും ഒരു ഗ്രൂപ്പ് ഓറിയന്റഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് പ്രിപ്പറേഷൻ നടത്തുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് നമുക്ക് ബാക്കിയുള്ളവരുടെ അവരുടെ തോട്ടിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും, നമ്മുടെ ആൻസേഴ്സ് കുറച്ചും കൂടി നന്നായിട്ട് ഒന്ന് പോളിഷ് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. സോ ഒറിജിനൽ ഐഡിയ പ്ലസ് ടോക്കിംഗ് പ്രാക്ടീസ് ത്രൂ എ ഗ്രൂപ്പ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇതായിരുന്നു ഞാൻ പേഴ്സണാലിറ്റി ടെസ്റ്റിന് എടുത്തിരുന്ന ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ജോയലിന്റെ ഓപ്ഷണൽ പേപ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ, ആൻഡ് ഈ കൊല്ലം ടോപ്പേഴ്സിന് ഇടയ്ക്ക് ഓൾ ഇന്ത്യ ഹയസ്റ്റ് ആണ് വിത്ത് 293 മാർക്സ്. ഇപ്പോൾ ജോയലിന്റെ ഓപ്ഷണൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ കാണും. ഒന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ, എസ്പെഷ്യലി എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നുള്ളത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ ഫോർച്യൂണിൽ തന്നെയാണ്. മുനിസ് സാറിൻ്റെ ക്ലാസ്സസ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് എൻ്റെ മെയിൻ സോഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മെയിൻ സോഴ്സ് വാസ് മൈ ക്ലാസ് നോട്ട്സ്. ഐ യൂസ് ടു ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ലെക്ചർ നോട്ട്സ്. ഞാനൊരു ഓഡിറ്ററി ലേണറാണ്, അപ്പോൾ കേട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് മനസ്സിൽ നിൽക്കുന്നത്. സോ lecture notes was one of my sources. Second, Radha Vinod Aribamiന്റെ paper 1 and paper 2 അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫോർ ദി എക്സാമ്പിൾസ് ആൻഡ് ഓൾ ഞാൻ പ്രധാനമായിട്ടും യോജനാസ് വായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് മുനിസ് സാർ കുറേ യോജനാസ് ആസ് സച്ച് പഴയതൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു, അത് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കറണ്ട് അഫയേഴ്സിനകത്ത് തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ടെസ്റ്റ് സീരീസ് ആൻഡ് ഫൈനലി ദ സെക്കൻഡ് ARC റിപ്പോർട്ട്സ്, ഇതൊക്കെയാണ് അതിൻ്റെ പ്രൈമറി സോഴ്സസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഗെയിൻ ഒരു ഭയങ്കര ഡൈനാമിക് പേപ്പറാണ്. ആൻഡ് പലരും പഠിച്ചു കഴിഞ്ഞിട്ട് ആൻസർ എഴുതി മാർക്ക് വാങ്ങിക്കാൻ ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
ഇപ്പോൾ ജോവലിൻ്റെ ആൻസർ റൈറ്റിംഗ് സ്ട്രാറ്റജി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതൊന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാം. യെസ് സർ. സി, ആൻസർ റൈറ്റിംഗ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോർമലി കാൻഡിഡേറ്റ്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന മാത്രം ആയിരിക്കില്ല എക്സാം പേപ്പറിൽ ചോദിക്കുക. സോ എനിക്ക് ആക്ച്വലി വെൻ ഐ ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻസ്, ഞാൻ ക്വസ്റ്റ്യൻസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് പ്രീവിയസ് ഇയർ തീംസിനോടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സിലബസിനോടോ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ്ലി ഐ ഹാഡ് എ സ്ട്രാറ്റജി ഫോർ ബോത്ത് ഓഫ് ഇറ്റ്. ആൻഡ് ഇനിഷ്യൽ പാർട്ട് അല്ലെങ്കിൽ രണ്ട് തരം ക്വസ്റ്റ്യൻസിനും ഞാൻ 3 റൂൾസ് ആണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, ഞാൻ പറയുന്ന തിയറി അല്ലെങ്കിൽ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ പ്രിൻസിപ്പിൾ അറിയാം, നമുക്ക് ഈ തിയറി അറിയാമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകണം. ആൻഡ് ദ സെക്കൻഡ് ഇസ് ആർട്ടിക്കുലേഷൻ. അതായത് ലോജിക്കൽ ഫ്ലോ ഓഫ് തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൻസേഴ്സിന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകണം. ഒരു കാര്യം കഴിഞ്ഞ് അടുത്ത കാര്യത്തിനുള്ള പറയുന്നതിന് ഒരു കണക്ഷൻ നമുക്ക് ആൻസറിൽ കൊണ്ടുവരാൻ പറ്റണം. സോ ആർട്ടിക്കുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദി തേർഡ് തിങ് ഇസ് ലിങ്കേജ്. ചില സമയം ഇത് നിർബന്ധമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ പേപ്പർ 1, 2 പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ഇസ് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേപ്പർ 2 ഇസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, പേപ്പർ 1 നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പേപ്പർ 2 നമ്മൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ പഠിച്ച കാര്യങ്ങൾ എടുത്തിടാം. പേപ്പർ 2 നമുക്കിപ്പോൾ സ്പെസിഫിക്കലി ഒരു ആൻസർ അറിയില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന്റെ ബർഡൻ നമുക്ക് എങ്ങനെ കുറയ്ക്കണം, ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കാര്യമെങ്കിൽ നമുക്ക് വി കൻ ബ്രിങ് ദി വെരി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ലൈക്ക് അവരുടെ ആക്ടിവിറ്റി മാപ്പിംഗ് കൊണ്ടുവരിക, ഡിവിഷൻ ഓഫ് വർക്ക് കൊണ്ടുവരിക. സോ അത് നമുക്ക് പേപ്പർ 2 എടുത്തിടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡു റിവൈസ് ദ PYQs വെരി വെൽ. പല സമയത്തും പല ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോട് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് ചോദിച്ചിട്ടുണ്ട്. സിലബസിലുള്ള തീംസിനെ തന്നെ പ്രീവിയസ് ഇയർ തീംസ് സ്പെസിഫിക്കലി നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. സോ ദാറ്റ് ഇസ് ദി ജനറൽ തിങ്സ്. ആൻഡ് അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, നമുക്കിപ്പം അറിയാം പൂർണ്ണമായിട്ട് ഒരു ആൻസർ ഇല്ലാത്ത, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ മേലാത്ത ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ വളരെ ഡൈനമിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഹൗ ഡു വി സോൾവ് ഇറ്റ്? അവിടെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൻ കം ഇൻ അഗെയിൻ ഇൻ ഹാൻഡി. ഇപ്പം ന്യൂ പബ്ലിക് മാനേജ്മെന്റ് പോലെ പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്കേഴ്സ്, ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് അവരുടെ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, ബോത്ത് ഇൻ പേപ്പർ 1 എസ്പെഷ്യലി ആൻഡ് ഓൾസോ ഇൻ പേപ്പർ 2 ഇഫ് പോസിബിൾ, നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് വെയിൽ ആൻസർ എഴുതാനും പറ്റും. ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് അസ് സ്കോറിംഗ് ബെറ്റർ മാർക്സ്. സോ ആൻസർ റൈറ്റിംഗിൽ ഞാൻ മെയിനായിട്ട് ഫോളോ ചെയ്തിരുന്ന കുറച്ച് ടിപ്സ് ഇതൊക്കെയാണ്. ആൻഡ് ഓൾസോ ആസ് ദി ഫൈനൽ നോട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ആൻസർ റൈറ്റിംഗ് ഇസ് എ വെരി ലോങ് ജേണി. ലോങ് ജേണി എന്ന് പറയാൻ കാരണം നമുക്ക് ഒരു 2-3 മാസം എടുക്കുമ്പോഴായിരിക്കും കറക്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തോട്ട് നമുക്ക് ഡെവലപ്പ് ആവുന്നത്. സോ ഒരു പേഷ്യൻസ് വേണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഡെയിലി സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻസ് ഇൻ കേസ് എഴുതിയില്ലെങ്കിലും പോലും കുഴപ്പമില്ല, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു, അതെങ്ങനെ സോൾവ് ചെയ്യും എന്ന് മനസ്സിലൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആൻസർ റൈറ്റിംഗ് ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. UPSC പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒത്തിരി ആസ്പിറൻസ് നമ്മുടെ ഈ ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ കാണുന്നുണ്ടായിരിക്കും. അവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും ജോയിലിന്? സർ, ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്, നമ്മുടെ ജീവിതത്തിൽ ഡിഫിക്കൽട്ട് ടൈംസിൽ കറേജസ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ ക്വാളിറ്റിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് വരുന്നത്. ഇപ്പോൾ 2020 എൻ്റെ കരിയറിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, കോളേജിലെ അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്തും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഒരു സിവിൽ സർവീസ് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് കറേജസ് ആയിട്ട് എടുത്ത ഒരു ഡിസിഷനാണ് ഇന്ന് 2023 എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറിയത്. ആൻഡ് ഡിസിഷൻ എടുത്താൽ മാത്രം പോരാ, അതിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ 100% അതിനകത്ത് കൊടുക്കാനും പറ്റണം. സോ ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ജേർണിയിൽ തന്നെ, സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ജേർണി തന്നെ ചിലപ്പോൾ ഭയങ്കര ലോങ് ആയിരിക്കാം, ദർ മേ ബി മെനി അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷേ നമ്മൾ നമ്മുടെ 100% നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് വിൽ കം ഇൻ സെർച്ച് ഓഫ് യു.
താങ്ക് യു ജോയൽ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഒത്തിരി ഫ്രഷ് പെർസ്പെക്റ്റീവ്സ് കിട്ടി. ആൻഡ് എസ്പെഷ്യലി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓപ്ഷനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്തു. അത് പലർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ താങ്ക് യു, താങ്ക്സ് വൺസ് അഗൈൻ. താങ്ക് യു.